ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സങ്കടവും അവൻ്റെ ദുഃഖവും പ്രയാസവും ഒക്കെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഒന്ന് ഷെയർ ചെയ്താൽ പലപ്പോഴും വലിയ മല പോലത്തെ പ്രശ്നമൊക്കെ മഞ്ഞുപോലെ ഉരുകി അലിയാൻ കാരണമാവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരക്കാണല്ലോ. അപ്പോൾ ഉള്ളിലെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ വ്യാകുലപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരു കാത് ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതൊന്ന് കേട്ട് ഒന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അതിനൊരു പകുതിയോളം പരിഹാരമാവുകയാണ്. അതാണ് നമുക്കിപ്പോൾ നല്ലൊരു കൂട്ടുകാരൻ വേണമെന്ന് പറയും. അതെ അതെ, നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് നമ്മുടെ ഒരു വിഷയത്തിൽ നമുക്കൊരു പ്രോത്സാഹനം തരുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഈ വീഡിയോ ചെയ്യുന്നു, പല ആളുകൾക്കും കൂടെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അപ്പോൾ പലപ്പോഴും മോനെ അത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇന്ന വിഷയം ശ്രദ്ധിക്കണം എന്നൊക്കെ പോസിറ്റീവായിട്ട് പറയുന്ന കൂട്ടുകാരുണ്ട്. അതെ അതെ. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, ഉദാഹരണം രാവിലെ തഹജ്ജുദിൻ്റെ സമയത്ത് ചില കൂട്ടുകാരുണ്ട്, അവർ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കുക മാത്രമല്ല അവൻ്റെ പ്രധാനപ്പെട്ട 10ഓളം കൂട്ടുകാരെ വിളിച്ചെണീപ്പിക്കും. തഹജ്ജുദിൻ്റെ സമയമായി എഴുന്നേക്കാൻ പറഞ്ഞ് വിളിക്കും. അങ്ങനെ പ്രഭാതത്തിൽ തന്നെ ഉണരുമ്പോൾ പല ഗുണങ്ങൾ അതിന് കിട്ടുവാറുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ ആ രൂപത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടുകാരെന്ന് പറയുന്നത് അത് വലിയ സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും. അതെ, സന്തോഷം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിലും അതേപോലെ തന്നെ നമ്മുടെ സന്തോഷത്തിലും കൂടെ നിർത്തുക. അതെ. അതേപോലെ നന്മയിലൊക്കെ നമ്മുടെ ഒരു പങ്കാളിയാക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ എൻ്റെ കൂട്ടുകാരനും വളരണം, പുരോഗമിക്കണം എന്നൊരു ചിന്തയാണ്. നേരെ മറിച്ച് അതൊരു അസൂയ രൂപത്തിലാണെങ്കിൽ എനിക്ക് മാത്രം മതി, എൻ്റെ പോലെ മറ്റവൻ വളരരുത് എന്നൊരു കുടിലമായൊരു ചിന്തയാണ് അതിലൂടെ കടന്നു വരിക. പലപ്പോഴും നമ്മൾ ആളുകളിലേക്ക് കണ്ടുവരുന്നതും അതാണ്. കാരണം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ തട്ടാനും. അതെ അതെ, അങ്ങനെ ഒരു പഴമൊഴി തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും മാത്രം മതി, മറ്റുള്ളവരൊന്നും ഈ സന്തോഷവും സുഖവും ആസ്വദിക്കല്ലേ എന്ന് ആലോചിക്കുന്ന പല ആളുകളുണ്ട്. അത് ശരിക്കും ഒരു അബദ്ധമാണ്. കാരണം ഒരു കുടിലമായ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ അവനവൻ്റെ ലോകത്തേക്ക് ചുരുങ്ങുകയും നമുക്ക് മാനസികമായി പല അസുഖങ്ങളും വരികയാണ്. മറ്റുള്ളവർ എന്തായിത്തീരും, അവനെന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ ഉരുകി നമ്മൾ തന്നെ സ്വയം നശിക്കുക. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അപരൻ്റെ ഒരു സന്തോഷത്തിൽ സന്തോഷിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തകോശങ്ങൾ അതുപോലെ തന്നെ സന്ധികൾ, നമ്മുടെ ഞരമ്പുകളൊക്കെ വിശാലമായി ഉള്ളുകൊണ്ട് നമ്മൾ സന്തോഷിച്ചാൽ പുറത്തേക്കും നമുക്ക് അതിൻ്റെ സന്തോഷം ലഭിക്കുമെന്നതാണ്. ഞാൻ പലപ്പോഴും നമ്മളോട് ചിലരോടൊക്കെ പറയാറുണ്ട്, നമുക്ക് സ്വന്തം നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഐശ്വര്യവും സന്തോഷം കിട്ടുന്നത് പോലെ എൻ്റെ കൂട്ടുകാരനും അല്ലെങ്കിൽ എൻ്റെ അയൽവാസിക്കും ഈ സന്തോഷം കിട്ടിയാൽ നമുക്ക് വലിയ സന്തോഷമാണ്. ഓ തീർച്ചയായിട്ടും. ഇപ്പോൾ അവൻ്റെ ഒരു പ്രയാസവും വിഷമം നമ്മൾ കേൾക്കേണ്ടി വരത്തില്ലല്ലോ. അതെ അതെ അതെ, അതൊരു ലാഭമാണ്. അത് ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാവണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾക്ക് രാവിലെ ഒക്കെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നൊക്കെ പറയുന്നത്, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയ സ്നേഹിതൻ റഷീദ് സേരി അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സെനിക്ക് ഉണ്ടാവുകയും ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ജന്മം കൊണ്ട് പാലക്കാട് ജില്ലയിലും പട്ടാമ്പിയിലാണെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന ആലപ്പുഴയിലാണെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ വളരെ സ്നേഹവും സന്തോഷത്തോടു കൂടിയും ഒരുമിച്ച് പഠിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആലപ്പുഴയിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുണ്ടക്കയത്തുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷമാണ്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ കൂടി കാരണമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ പരസ്പരം പ്രാർത്ഥിക്കുകയും പരസ്പരം നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല കൂട്ടുകാരെയാണ് നമുക്ക് വേണ്ടത്. അതിലൂടെയാണ് സന്തോഷത്തിൻ്റെ ഒരു പൂർത്തീകരണം നടക്കുന്നത്. അതാണ്. അപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ദുഃഖവും വിഷമവും കേൾക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവണം. നമ്മുടെ സന്തോഷത്തിൽ നമുക്ക് വേണ്ട പ്രചോദനം തരാനും പ്രോത്സാഹനം തരാനും ആൾ വേണം. പിന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ ഉണർത്തി തരാനും അതിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ആളുകൾ വേണം. പിന്നെ നമ്മൾ പറഞ്ഞത് നമുക്ക് നമുക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാർ വേണം അല്ലേ? അതെ. ഇതൊക്കെയാണ് ഒരു നല്ല ജീവിത സന്തോഷത്തിൻ്റെ വഴികൾ.